അപ്പോൾ പുള്ളിക്കാരൻ പറയണേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വീട് എങ്ങനെയെങ്കിലും പണിത് തീർക്കണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അങ്ങ് കഴിയണം. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, വീടും വീട്ടുകാരെ ഒക്കെ മാറി നിൽക്കുന്നത്. കുവൈത്തിൽ മരിച്ച തിരുവനന്തപുരം കുര്യാത്തി സ്വദേശി അരുൺ ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാതി പണിതിട്ട വീടും ഈ 5 സെന്റ് പുരയിടവും. വലിയ ഒരു സ്വപ്നമായിരുന്നു അരുൺ ബാബുവിന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക എന്നുള്ളത്. പക്ഷേ അത് പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാരിൻ്റെ മണ്ണും വീടും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ 5 സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് അരുൺ ബാബു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും ഇനിയിപ്പോൾ നടക്കാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും പറയുന്നത് ഈ നാടിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അരുൺ ബാബു. അരുൺ ബാബുവിൻ്റെ വിയോഗം ഒരു തരത്തിലും താങ്ങാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം ആ വിയോഗത്തിൽ, അരുൺ ബാബുവിൻ്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ്. ഇപ്പോൾ അരുൺ ബാബുവിൻ്റെ കുടുംബ വീട് ഇവിടുന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം അകലെയാണ്. പക്ഷേ അത് ഇവിടെയാണ് കുറച്ചു കാലം അരുൺ ബാബു വിവാഹത്തിന് ശേഷം ഭാര്യയും കുഞ്ഞുമായി ഇവിടെ താമസിച്ചിരുന്നത്. രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്ക് മാറുന്നത്. അതിനുശേഷം പ്രവാസ ജീവിതം സ്വപ്നം കാണുന്ന അരുൺ പ്രവാസ ജീവിതത്തിൽ അവിടെ വെച്ച് ഈ വീട് പുതുക്കി പണിയണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു വിയോഗത്തിൽ ഈ വീട് പോലും ഇനി എന്താകുമെന്നറിയാതെ വിഷമത്തിൽ നിൽക്കുകയാണ് ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം. ഇപ്പോൾ അരുൺ ബാബുവിൻ്റെ ഒപ്പം കളിച്ചു വളർന്ന, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അനിക്കുട്ടൻ നമുക്കൊപ്പം ഉണ്ട്. അനിക്കുട്ട, വിഷമമുണ്ടോ എന്ന് എനിക്കറിയാം. ശരിക്കും അരുൺ ബാബു നിങ്ങൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ആളായിരുന്നല്ലേ? പ്രിയപ്പെട്ട ആളാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം അറിയുകയാണെങ്കിലും പുള്ളിക്കാരൻ അറിഞ്ഞാണെങ്കിലും ഓടിയെത്തുന്നതാണ്. അങ്ങനെ നല്ലൊരു വ്യക്തി, ഈ നാട്ടിന് വേണ്ടിയൊക്കെ ഒത്തിരി നല്ല കാര്യ സഹപ്രവർത്തനങ്ങളൊക്കെ, നല്ലൊരു പാർട്ടി പ്രവർത്തകനും കൂടിയാണ്. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ വീടായിരുന്നു. ഇപ്പോൾ പോയിട്ട് 7 മാസമായുള്ളൂ. ഈ 7 മാസം ആകുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറയണേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വീട് എങ്ങനെയെങ്കിലും പണിത് തീർക്കണം, എന്നിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അങ്ങ് കഴിയണം. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, വീടും വീട്ടുകാരെ ഒക്കെ മാറി നിൽക്കുന്നത്. വിവാഹത്തിന് ശേഷം അരുണും ഭാര്യയും കുഞ്ഞും ഇവിടെയാണ് കുറെ ഈ പാതി പണിതിട്ട വീട്ടിലാണ് താമസിച്ചിരുന്നത് അല്ലേ? ഇവിടെയാണ്. അത് രണ്ടാമത്തെ കൊച്ചിൻ്റെ ജനനത്തോടു കൂടിയാണ് അങ്ങോട്ട്. അപ്പോൾ മൂത്ത കൊച്ചിന് വണ്ടി സൗകര്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ കൊണ്ടാക്കാൻ ഇത്തിരി ദൂരം കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ വണ്ടിയിൽ കയറി അങ്ങ് പോകും. അങ്ങനെയൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാറിയത് അവർ. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ കൂട്ടം പറഞ്ഞിരുന്നു, കളിക്കാനൊക്കെ പോകുന്ന ഒരുമിച്ച് കളിക്കൂട്ടുകാരാണ്. ഇപ്പോൾ പോലും നമ്മൾ നാട്ടിൽ ഈ പ്രദേശം പോലും ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ കൂട്ടുകാർ കൂടി ഒരുമിച്ച് കലിങ്കിലിരിക്കുക, കളിക്കാൻ പോവുക, അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ? ഒത്തിരി ഓർമ്മകൾ. ഈ വീടിന് തൊട്ട് മുകളിൽ കാണുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവിടെയാണ് വരുന്നത്. പിന്നെ കുറച്ച് പ്രായം ചെല്ലുന്നതനുസരിച്ച് ഓരോ ജോലികളിലായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ്, എന്നാലും വരുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒത്തുകൂടിയിരിക്കാറുണ്ട്. കൂടുതലും പുള്ളിക്കാരൻ ഇപ്പോൾ പോയിട്ട് 7 മാസം ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. വീട്ടിൽ വന്ന് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും, എങ്ങനെയെങ്കിലും പണി തീർത്ത് വീട്ടിൽ കയറി താമസിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുള്ളിക്കാരൻ. വലിയ സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു. അതിനിടയിൽ അച്ഛൻ്റെ മരണം, അതിനുശേഷം സഹോദരിയുടെ മരണം. അപ്പം അങ്ങനെ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് അരുൺ കടന്നു പോയിരുന്നത് അല്ലേ? അതെ. അച്ഛൻ്റെ മരണം, സഹോദരിയുടെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കത്തിലാണ്. ഇപ്പോൾ ഒന്ന് കയറി വരുമ്പോഴാണ് ഓരോ സംഭവങ്ങളായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഇതായി. ഇനി ഈ വീടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിഞ്ഞില്ല. 2 പിള്ളേരുണ്ട്. അങ്ങനെയാണെന്നൊന്നും അറിയില്ല കാര്യങ്ങളൊക്കെ. 13ഉം 3ഉം വയസ്സുള്ള 2 കുഞ്ഞു പെൺകുട്ടികളാണ് അരുണിനുള്ളത്. എങ്ങനെ ഇപ്പോൾ നേരത്തെ അനിക്കുട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകൾ, ചെറുപ്പകാലം മുതൽ ഒപ്പം കളിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് അരുൺ ബാബുവിൻ്റെ കൂട്ടുകാർ പങ്കുവെക്കുന്നത്. നേരത്തെ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ സംസാരിച്ചപ്പോൾ അവർക്കും പറയാനുള്ളത് നല്ലത് മാത്രമാണ്. ഈ നാടൊന്നടങ്കം വിങ്ങിപ്പൊട്ടുകയാണ്. എന്തായാലും വൈകിട്ടോടു കൂടി ആയിരിക്കും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. ഈ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അവിടെ ആയിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. എന്തായാലും ഈ നാട് ഒന്നടങ്കം വിങ്ങിപ്പൊട്ടി ഈ വിയോഗത്തിൽ അരുണിന് യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്.